ഇന്ന് ഒരു കലത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് 1.5 കപ്പോളം അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിക്കൂർ നമ്മളത് കുതിർത്ത് വെക്കണം അരി. നല്ലപോലെ കഴുകി വാരി എടുത്തിട്ട് നമുക്ക് ദോശയ്ക്കൊക്കെ ഇടുന്ന അരിയാണ്. അത് 3 മണിക്കൂർ കുതിർത്ത് വെക്കുക. ഈ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ ഉള്ളിലിങ്ങനെ നാര് പോലെ വരണം. അതിന് വേണ്ടി കുറച്ച് ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ദോശയൊക്കെ അരച്ച മാവ് ഉണ്ടെങ്കിൽ ആ മാവ് ചേർത്ത് കൊടുത്താലും നല്ലതാണ്. ദോശമാവ് ഇല്ലാത്ത സമയത്താണ് ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് വെല്ലം വേണം നമുക്ക്. ഒരു കഷ്ണം, ഒരു 4 ആണി വെല്ലം മതി. എനിക്ക് 4 ആണി വെല്ലം കിട്ടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു വെല്ലത്തിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. ഒരു ഉണ്ട കഷ്ണം അതാണ് ഇട്ടിട്ട് ഉരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് ചൂടോടെ വേണം നമ്മൾ ഇതിനകത്തോട്ട് ഈ മാവിലോട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ട്. 1 കപ്പ് അരി എടുത്തിട്ടുണ്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട്. 1 കപ്പല്ല, 1.5 കപ്പ് അരിയോളം ഉണ്ട്. 1.5 കപ്പ് അരി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. നമുക്ക് ഈ അരി അരയ്ക്കുന്നതിനകത്തോട്ട് 1/2 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. 3 സ്പൂൺ ചോറ്. ഞാൻ കുത്തരീൻ്റെ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. കുത്തരി ചോറാണെങ്കിൽ ഒരു 2.5 സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ വേണ്ട, വശ കൂടുതലുള്ളത് കൊണ്ട് കുത്തരി ചോറ് 2 സ്പൂൺ 2.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ധാരാളമാണ്. അതിൻ്റെ കൂടെ ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ. എന്താണെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് നല്ല സ്മൂത്തായി കിട്ടും, ഹാർഡാവില്ല. അത്ര ഉള്ളിൽ നാര് പോലെ വരും. ദോശമാവ് ഉണ്ടെങ്കിൽ ദോശമാവ് ഒഴിച്ചു കൊടുക്കുമായിരുന്നു. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ചെറുതിലൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ദോശമാവാണ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദോശമാവില്ല, പകരം ബേക്കിംഗ് സോഡ. ദോശമാവ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടോടെ ഇത് നമ്മൾ ഈ ഉരുക്കി വെച്ച വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ വേഗം ഇത് വെന്തു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അധികം ലൂസായി കിട്ടുമല്ലോ, അപ്പോൾ പാകത്തിനായി കിട്ടും. അപ്പോഴത്തേക്കും കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ സ്റ്റൗവിൻ്റെ മേലെ ഒരു കാലി തവയും പഴയ തവയും ഉണ്ടെങ്കിൽ അതും കൂടെ കയറ്റി വെച്ചാൽ നന്നായിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും കുക്കറിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഒരു അരമുറി തേങ്ങ ചെറുതായി മുറിച്ചതും ഒരു 5 ഉള്ളി, ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ തേങ്ങ ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് ചെറുതായി ഒന്ന് കളറ് മാറുന്നിടം വരെ മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഈ ഉള്ളിയും കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഈ ഉള്ളിയും കൂടെ ചേർത്തൊന്ന് വറുത്ത് അധികം ബ്രൗൺ കളറൊന്നും ആകാൻ പാടില്ല. ഒരു ഗോൾഡൻ കളർ ചെറുതായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് കുറച്ച് കോരിയിട്ട് മാറ്റി ഒരു പാത്രത്തിലോട്ട് വെക്കുക. എന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ഉള്ളിയൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു മണവും ഒരു ടേസ്റ്റുമാണ്. ഉള്ളി വേണമെന്നുള്ളവർക്ക് ഇടാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം ഈ മാവ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അടിയിൽ ബാക്കി കുറച്ച് തേങ്ങ ഇതുമൊക്കെ കാണുമല്ലോ, അപ്പോൾ അതും സൈഡിൽ കിടക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വറുത്ത് മാറ്റി വെച്ച ഉള്ളിയും തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അത് ലാസ്റ്റ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുക്കർ അടച്ചിട്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ച് കുക്കർ അടയ്ക്കുക. കുക്കർ അടച്ചതിന് ശേഷം വിസിൽ വെക്കുക. വിസിൽ വെച്ച് ഒരു 4 സെക്കൻഡോളം വിസിൽ അവിടെ മേലെ തന്നെ വെക്കുക. 4 സെക്കൻഡിന് ശേഷം നമ്മളത് മേലോട്ട് എടുക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ആവി ഒരു സൗണ്ടിലോട് കൂടിയിട്ട് ആവി വരും. അപ്പോൾ അതെടുക്കുക. അതെടുത്തതിന് ശേഷം നമ്മൾ അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ചിരുന്ന ആ തവയെടുത്ത് ഇതിൻ്റെ താഴെയോട്ട് കയറ്റിയിട്ട് വെക്കുക. താഴെ കയറ്റി വെച്ച് ഇത് കുക്കർ മേലെ വെച്ച് അടപ്പ് വെച്ച് അടച്ചു വെക്കുക. വിസിലിടരുത്. അപ്പോൾ ഒരു കറക്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കുക്കറിൽ ഈ അപ്പം ശരിയായിട്ട് കറക്റ്റായി വന്നിട്ടുണ്ടാവും. കുറച്ച് ഞാനൊരു 12 മിനിറ്റ് വെച്ചു, അത്ര വെക്കാൻ പാടില്ല. 12 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ അടിഭാഗമൊക്കെ കുറച്ച് മൂത്ത് പോകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.